Uppum Mulagam, co-powered by Q Developers and 24news.com. Keshu, Shiva, Keshu, Enikan. Shiva, മോളെ എന്തായിരിക്കടാ ചേച്ചി 10 മിനിറ്റ് കിടന്നോട്ട് എടാ സമയം ഒത്തിരി ലേറ്റ് ആയിടാ എനിക്ക് ഇല്ല 10 മിനിറ്റ് കിടക്കണ്ട് എനിക്ക് ഫോൺ അടിക്കുന്നു പോയി അതെടുക്ക് പോ എന്താ അമ്മ എത്തിയോ വെളുപ്പിനെത്തിയോ 4 മണിക്കോ ബോഡി എപ്പോൾ എടുക്കണേ നിങ്ങളൊന്നും എണീറ്റിട്ടില്ല ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല ശരി കേശു എണീക്ക് ശിവ എണീക്ക് സ്കൂളിൽ പോണ്ടേ എണീക്ക് എണീക്കടാ എണീക്കണേ എല്ലാ ദിവസവും രാവിലെ കിടന്നുറങ്ങണം നീ എന്തിനാ ഇന്ന് ഞങ്ങളെ വിളിക്കണേ അമ്മ ഒന്നെന്നെ വിളിച്ചോളൂ ഞാൻ ഇറങ്ങാൻ പോവാ എടീ എന്നെ അമ്മയച്ഛനോട് ഇല്ല അമ്മയച്ഛനോട് പോയി കൊച്ചൊന്നും അറിഞ്ഞില്ല കേട്ടോ അച്ഛൻ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്തേ അമരവളയിൽ പോയേക്ക അച്ഛന്റെ വല്യച്ഛൻ മരിച്ചു ഇന്ന് രാത്രി അപ്പൊ കാണാൻ പോയേക്ക എണീക്ക് ബാ സ്കൂളിൽ പോണ്ടേ ഞാൻ അറിഞ്ഞില്ലല്ലോ പോയത് എടീ ഇന്നലെ നീ നല്ല ഉറക്കമായിരുന്നു രാത്രി 10:30 കണ്ടായി ഫോൺ കോൾ വന്നപ്പോ അച്ഛന്റെ വല്യച്ഛൻ മരിച്ചു പോയെന്ന് അപ്പൊ തന്നെ അവരങ്ങ് പോയി ഇന്ന് രാവിലെ എന്റെ ബോഡി എടുക്കൂന്ന് പറഞ്ഞായിരുന്നു എണീക്ക് ശിവ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മോളെ ബാ എണീക്ക് പ്ലീസ് ഞാൻ പോയി ചായ എടുക്കാം റെഡി ആവോ കേശു എണിപ്പിച്ചോണേ അവൻ എണീക്കുന്ന ആദ്യം നോക്കട്ടെ എന്നിട്ടാവും അത് എനിക്ക് ഉറങ്ങണോട്ടാ ഉറങ്ങണോ സ്കൂളിൽ പോണോ സ്കൂളിൽ പോണ്ടോ എടാ എണീറ്റ് വാടി ഇങ്ങോട്ട് വാ ഇറങ്ങി പോടെ ഒന്ന് ഉറങ്ങിക്കോടെ എന്ത് കഷ്ടം അച്ഛനമ്മയില്ല ഓ ഞാൻ ഇറങ്ങി വാടേശു നമുക്ക് ഇവിടെ കയറി കിടക്കാം ഇതിന്റെ ഇടയിൽ പെട്ടത് കൊല്ലുവാ നിങ്ങള് ഞാൻ അവിടുന്ന് ഓടിച്ചിട്ടപ്പോ ഇവിടെ ഒന്ന് അഭയം തേടിയാ എന്നാ ചായ കുടി എടുക്കടാ എങ്ങനെയുണ്ട് ചായ എന്ന് എഴുതി വെക്കണം 1-2 വർഷം കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ എല്ലാ ഞായറാഴ്ചയോറും ചെറുക്കന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ചായ കൊണ്ട് ചെല്ലും അതെ അന്ന് തന്നെ അവന്മാരെ ഇറങ്ങി ഓടുകയും ചെയ്യും അവരിങ്ങ് വരട്ടെ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ അവരെ ഓടിക്കും അപ്പൊ ഓടിച്ചിട്ട് പെണ്ണ് കിട്ടാന പരിപാടി ഞാൻ എന്റെ പെണ്ണ് കെട്ടണില്ല മോളെ ഞാനിങ്ങനെ പറന്ന് ഫ്രീ ബേർഡായിട്ട് കിടക്കും അയ്യാ ഒന്നാന്തരം കിളി ഒന്നല്ലെങ്കിൽ കുതിരോട്ടം അല്ലെങ്കിൽ ഉള്ളംപാറ ഉറപ്പാ ചിലക്കാതെ വന്ന് പല്ല് വെച്ച് റെഡി ആവാൻ നോക്ക് അല്ലെങ്കിൽ എന്റെ വിധം മാറും ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം അതാരാണ് നീലിമ ബാലേന്ദ്രൻ തമ്പി കേശു വാടാ ചേട്ടാ മുടി കുത്തുന്നു ചേട്ടനെ കെട്ടുന്ന പെണ്ണും ചേരി അതോ ഗതി ആ പെണ്ണ് ആ ദിവസം ഇറങ്ങി ഓടി മുടി കാരണം അതിന് ഈ രൂപത്തിൽ നടന്ന് ഏത് പെണ്ണ് കൂടി ജീവിക്കാൻ വരാൻ ഡീ മോളെ എനിക്ക് വേണ്ടിയുണ്ടല്ലേ എത്ര പെൺകുട്ടികളെ ക്യൂ നിൽക്കണ അറിയോ ആ ക്യൂ നിൽക്കുന്നുണ്ട് തിയേറ്ററിൽ പുലിമുരുകൻ കാണാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു അയ്യോ
കേശു ശിവ യൂണിഫോം എവിടെ? അതവിടെ കാണും ചേച്ചി. ഇവിടെ ഇല്ല. അലമാരി നോക്കി ചേച്ചി. നിങ്ങൾക്കറിയാം പാള എവിടെ വെച്ചേക്കണേന്ന്. അവിടെ നോക്കുവോ? നന്നായിക്കോളൂ, ഓവറായി പോയിട്ടോ. നീ എന്താ പൊറുക്കണേ? നിനക്കിന്ന് പല്ല് തേക്കാൻ നോക്ക്. അയ്യോ തേക്കണ തേപ്പ് നോക്കിക്കേ. ഇങ്ങ് വാ, ഞാൻ തേപ്പിച്ചു തരാം. അത് കുഴപ്പമൊന്നുമില്ല. പല്ല് നേരെ ചൊവ്വയെ തേച്ചില്ലെങ്കിലേ പല്ല് കേടാവും, പിന്നെ പറിക്കാൻ നിക്കണം. നീ പിള്ളേരോട് കളിച്ചു കഴിഞ്ഞാൽ അവര് നിന്റെ പല്ല് പറിക്കും ഉറപ്പ് തന്നെ. ചേട്ടാ ചേട്ടൻ ഇവിടെ നിക്ക, അടുക്കളയിൽ പോയി ദോശ ഒന്ന് ചുടുവോ? ചമ്മന്തി ഞാൻ ഉണ്ടാക്കിക്കോളാം. ദോശ ഞാൻ ചൂടാൻ, ഞാൻ വിചാരിച്ചു നീ ചുട്ടുണ്ടാവുന്നു. ഇപ്പൊ എല്ലാം ചൂട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് ചെല്ല്. എനിക്ക് വയ്യ. പ്ലീസ് പ്ലീസ്, ഞാൻ കാല് പഠിക്കാം. ആ ദോശമാവ് പുറത്തെടുത്ത് വെച്ചാൽ മതി പ്ലീസ്. എന്നാ പെട്ടെന്ന് വാങ്ങുന്ന. ആ ഞാൻ പെട്ടെന്ന് വരാം. നീ വാഴുക 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 പെട്ടെന്ന്. ഇത് എന്തോന്നടാ ഇത്? ടെസ്റ്റ് നടത്തണ? അതല്ല, വെള്ളം ചേർത്തിയതേ കുറച്ച് ഓവറായോന്നൊരു ഡൗട്ട്. ഓവറായോന്ന് ഡൗട്ട് ഉണ്ടാ? ഓവറാണ്. ഇങ്ങ് മാറിക്ക്, ഞാൻ ചെയ്തോളാം. പോ. എന്നാ ചെയ്. ഇല്ലേ വാ നോക്കിക്കൊണ്ടിരിക്കണേ. ആ ഫ്രിഡ്ജ് തുറന്നേ. എന്തിന്? തുറക്ക്. ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് ഒരു മുറി തേങ്ങയുണ്ട്, അതിങ്ങടുത്തെ. ഇതെന്തിനാ? തിന്നാനാ? എടേ ആ ചേരമ്പ എടുത്ത് വെച്ചൊന്ന് തിരുമടേ. ഞാനാ? എന്ത് നിന്നെ കൊണ്ട് ചേരാൻ പറ്റില്ലേ? എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എനിക്ക് നിനക്ക് ഒന്ന് മര്യാദക്ക് തിരുമിത്താ. എനിക്ക് എവിടെ വെച്ച് തിരുമ്പാൻ? എന്റെ തലയില്. ആ കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേട്ടോ. നീ ഓവർ സ്മാർട്ട് ആവല്ലേടി, കുറെ നേരം കിടന്ന്. എന്റെ തറയിൽ വെച്ച് അങ്ങ് തിരുമിത്താ. എനിക്ക് കണക്കാണത്. അതെ പ്ലേറ്റ് എടുത്തില്ല. ആ തറയിൽ അങ്ങ് തിരുമിട്. വിഷു നീ കളിക്കല്ലേ? പിന്നെ ഇതിൽ തിരുമിടും. ഇതങ്ങോട്ട് ആദ്യമേ ചെയ്താ പോരെ? കൊറേ വെയിറ്റ് ഇടുന്നത്. എന്താടി ഒന്നുമില്ല. മൊബൈൽ എന്ത് കിച്ചണില്? നീ എന്ത് വീഡിയോ എടുത്തോണ്ടിരിക്കണ? ഞാൻ ചെറവണ വീഡിയോ തന്നെ. ഞാൻ തരില്ല, ഞാൻ തരില്ല. തടി മൊബൈൽ പിടിച്ച കുനിച്ചെടുത്തിട്ടുണ്ടല്ലോ. തന്നടി വീഡിയോ എടുക്കണടി. വരാ വരാ. എന്തിനാ വിളിച്ചേ? ചുമ്മാ വിളിച്ചതാ. എന്ത് കളിക്കാൻ വിളിക്ക? എടി എനിക്ക് അടുക്കള 100 കൂട്ടം പണി നടക്കുക. കുളിച്ചില്ല ഇതുവരെയായിട്ടും? ഇവൻ ബാത്റൂമിൽ കയറി ഇരിക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ കുളിക്കാനാ? കേശു എന്ത്? എടാ ഇറങ്ങി വാടാ. നിക്ക് ഇറങ്ങാം. എടാ സ്കൂളിൽ പോ, ലേറ്റ് ആയടാ. ചേച്ചി 2 മിനിറ്റ് 2:30 വരാം. എടാ കേശു ഒന്ന് ഇറങ്ങ്. ഇറങ്ങാൻ താമസിക്കാണോ അവിടെ? ഇറങ്ങാടി. കേശു മലരെ ദോശ. എന്റെ അളിയനെ സച്ചിസേ. എടാ നിന്നെ കൊല്ലും. മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ? മലരെ എടാ നീ അവിടെ ജീവിക്കാൻ പോവാണോ ബാത്റൂമില്? ചേച്ചി വാ, നിങ്ങൾ റെഡിയായി. ബാഗ് കൊടുക്ക്, ബാഗ് കൊടുക്ക്.
ബുക്കൊക്കെ എടുത്ത് വെച്ചാ? ബുക്ക് എടുത്ത് വെച്ചു. അല്ല ഇതല്ല. അയ്യോ എന്തെന്നാ കാണിക്കുന്നേ? മാറി, ഞാൻ എടുത്ത് വെക്കാം. ഞാൻ എടുത്ത് വെച്ചോളാം. കേശു, നീ ബുക്കൊക്കെ എടുത്ത് വെച്ചാടാ? അതൊക്കെ എടുത്ത് വെച്ചു. ചേച്ചി എന്റെ വാട്ടർ ബോട്ടിലോ? എനിക്കറിയാൻ പാടാ, അപ്പൊ വേണമെങ്കിൽ പോയി എടുക്ക്. കിട്ടി. നീ ഇതിലൂടെ സോക്സ് ഇട്ടില്ലേ? ഇപ്പടും നീ എത്ര നേരം എന്തെടുക്കുമായിരുന്നു? ഇത്ര നേരം കേട്ടാ. ബുക്ക് ഓരോന്നിങ്ങനെ മറന്നു വെച്ചിട്ട് പോകും. എന്തോ ഷൂട്ടാ? ഇവിടെ ഇരി. എന്നെ മുഴുവൻ വെള്ളം നിറയ്ക്കായിരുന്നേ. അപ്പൊ പാൽ സോക്സ് ആണ്. സോക്സ് കഴിക്കില്ലാട്ടോ നീ? ഇല്ല, നല്ല സ്മെല്ലല്ലേ. അമ്മ ഇടുവോ? അതെ, അല്ല ഇന്ന് ചേച്ചി സ്കൂളിലേക്ക് വരള്ള. ഞാനെങ്ങനെ സ്കൂളിൽ പോവാനാ? എനിക്ക് ഒരുപാട് പണി നടക്കുകയല്ലേ. നിങ്ങൾക്ക് വന്ന് വെട്ടി വിഴുങ്ങണ വൈകുന്നേരം വരുമ്പോ? ചേച്ചി ഒരു കാര്യം ചെയ്യ്. ചേച്ചി പഠിത്തം നിർത്തിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കുക. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോ ചേച്ചി ഞങ്ങൾ കൂടെ ചേർത്തോളാം. മതി, നിർത്തിക്കോ. അധികം വായിട്ട് അലക്കണ്ട. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ. റെഡിയാ? രണ്ടെണ്ണത്തിന് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ദോശയും ഓംലേറ്റും. കഴിക്കാതെ ഇങ്ങോട്ട് വന്നാ അപ്പൊ കാണാൻ എന്റെ സ്വഭാവം മാറുന്നത്. കേട്ടില്ല ശിവാനി? നിന്റെ അടുത്തും കൂടെ പറഞ്ഞേക്കണേ. എന്ത് കൊങ്ങനെ കുത്തണേ? വിഷ്ണുവേട്ടാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. പിന്നെ കൊണ്ടാക്കിയിട്ട് നേരത്തെ വരണം. ഞാനിവിടെ ഒറ്റയ്ക്ക്. ആരെങ്കിലും പിടിച്ചോണ്ട് പോവില്ലേ? പോയച്ച് എല്ലാം എടുത്ത് വെച്ചാ പോവാൻ നോക്ക്. എണീക്ക്. ഇട്ടല്ലേ? ഇനി ഒന്നും എടുത്ത് വെക്കണ്ട. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് ആരെങ്കിലും അടി ഉണ്ടാക്കിയ എന്റെ ഒന്നും മേടിക്കും. പുറത്തത്തെ കടയിൽ നിന്ന് ഒന്നും മിഠായി മേടിച്ചടിക്കരുത്. ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ സ്കൂളിന്റെ ഗേറ്റിൽ നിൽക്കണം. ചേട്ടൻ വരും, വിളിക്കും. ഗ്രൗണ്ടിൽ കളിക്കാൻ പോയെന്ന് മതിയുടെ നിർത്ത്. ചേട്ടാ വാ, വാടി ഒന്ന് പെട്ടെന്ന്. രണ്ടെണ്ണം കേറ്. ഇതെന്താണിത്? ഏതെങ്കിലും ഒരാള് ഫ്രണ്ടിൽ കേറ്. നീ ബാക്കി കയറി. ഒരാള് ഫ്രണ്ടിൽ കേറാ. എന്ത്? നീ ബാക്കി കയറിയാ മതി. നിന്നോട് ബാക്കി കയറാൻ പറഞ്ഞേ. ബാക്കി ആർക്കും ഫ്രണ്ടിൽ കയറണം? ബാക്കി കയറണം. ഇല്ല, ബാക്കിലിരിക്കും. ഞാൻ ബസ് കയറണം. വണ്ടി ഓടിക്കാൻ പോണേ. ഇറങ്ങിക്കേങ്ങ്. ബാഗ് കുടി. തീറ്റി മാത്രമേ ഉള്ളൂ, വ്യായാമം ഒന്നും ഇല്ല. അനങ്ങാൻ പറ്റണല്ലോ. അതൊന്നും കുഴപ്പമില്ല. മര്യാദഗിരി. പെട്രോൾ പെട്രോൾ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, പോരാ. അമ്മേനെ അച്ഛനൊക്കെ സമ്മതിക്കണം. അതെ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ പോണം? എനിക്കൊരാളെ കാണാനുണ്ട്. ആളാരാന്ന് എനിക്ക് മനസ്സിലായി. ആരാണാവോ? ജന്നയല്ലേ? ജന്നയാണെങ്കിൽ ആടി ജന്നെ തന്നെ കാണാൻ പോണ. അതിനിപ്പോ എന്ത്? അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെ കാണാൻ പോണ ഒരു തെറ്റുമില്ല കേട്ടാ. ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ അതോ? അതാ പറയടി. ആര് അതാ? പോയിട്ട് പെട്ടെന്ന് പറഞ്ഞോ. ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഊണ് കഴിക്കണല്ലേ? ഇല്ല. അത് ജന്ന ചേച്ചി മേടിച്ചു തരൂല്ലേ ബിരിയാണി? എല്ലാ ഓസിന് അവളെല്ലാം മേടിച്ചു തരും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടാ. 3:30 ആവുമ്പോ പിള്ളേരെ വിളിച്ചോണ്ട് വരണം. ശരി തമ്പുരാട്ടി.
ചെറി എനിക്കൊരു വീഡിയോ അയച്ചു. ഇപ്പൊ ഞാൻ തേങ്ങ അരവണത്. നീ ചെറിക്ക് ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തല്ലേ? ചെറുക്ക വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തല്ലേ? അതിപ്പോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കടി. ഇനി എല്ലാരും എന്നെ നാണം കൊടുത്തു. സമയമില്ലാണ്ടായിപ്പോ ഞാൻ തിരിച്ചു വന്നിട്ട് തരാട്ടോ. അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കടി. അമ്മന്റെ കഴുത്തും പോയി. എന്തായാലും അവനെ നാട്ടിക്കാൻ പറ്റി ഇപ്പൊ. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. വിഷ്ണുടെ ഫോൺ കൊടുക്കൂല. 4 മണിയായിട്ട് എവിടെ പോയി കിടക്കാണോ എന്തോ. നിന്ന് പുറത്തേക്കണ്. 4 മണി എന്താ ലേറ്റ് ആയ വരാൻ? എന്ത് ലേറ്റ് ആയിരുന്ന? ഈ സമയത്ത് തന്നെയല്ലേ ഇവര് വരാറുള്ളത് എപ്പോഴും. ചേച്ചി വെള്ളം കഴിക്കാൻ തുടങ്ങി. പാലും പഴവും പാലും അതൊക്കെ ഇരിക്കുന്നുണ്ട്. ബ്രെഡും അതൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യേ നല്ല സൂപ്പർ ചോറും നല്ല സൂപ്പർ മീൻകറിയൊക്കെ കൂട്ടാൻ കൊതി വരുന്നു. നിനക്ക് ഇത് കിട്ടുമ്പോ അത് വേണം, അത് കിട്ടുമ്പോ ഇത് വേണോ അല്ലേ? ചേച്ചി അതല്ലേ മനുഷ്യൻ. കാണാതെ ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ അടിച്ചെന്നറിയോ? അയ്യോടാ, ലച്ചു എന്ന സ്ത്രീയിലെ മാതൃഭാവ പൊങ്ങി വന്നു. പാടി ഇന്നോട് അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞില്ലേ? നിന്നൊക്കെ നീ പിള്ളേരോട് വിഷം ഡ്രസ് മാറി വന്ന് ഇരിക്കണുണ്ടല്ലേ? പെട്ടെന്ന് വാന്ന്. ഓ വരുവാണ്. ആ വാ, പെട്ടെന്ന് വാ. ആവട്ടെ. കേശു പിടിച്ചടാ. ബ്രെഡൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ വെക്ക്. എനിക്കവിടെ ഇവിടെ കൊണ്ടുവാ. കൊണ്ടുവാടി. താങ്ക് യു. എന്തോന്നടി ചായ വിഷോ? അച്ഛനും ഇല്ലാത്ത നേരത്തെ ഞങ്ങളെ കൊല്ലാൻ നോക്കുക. കൊല്ലം തന്നെ നോക്കുക. എന്തിയേ? ഓഹോ എന്തിയോ കഴിച്ചാ പോരെ? ഈ ബ്രെഡ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് വലിയ കാര്യം. എന്നാ പിന്നെ എന്റെ അടുക്കളയിൽ കയറി അങ്ങ് ഉണ്ടാക്കാഞ്ഞേ? അതെ, ഒരു ബ്രെഡും ഒരു ബുൾസയും ചോറൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. കഴിവുണ്ടെങ്കിൽ കയറി അടുക്കള ഉണ്ടാക്കിക്കോ. അല്ല, ചേച്ചി ഉണ്ടാക്കി തന്ന കാര്യമൊന്നും പറയണ്ട. ഫുള്ള് കരിഞ്ഞ ദോശയൊക്കെ ഉണ്ടോ? ലഞ്ച് ബോക്സ് എടുപ്പുണ്ട് പോയി. എന്നിട്ട് വെട്ടി കഴിച്ചില്ലായിരിക്കും കരിഞ്ഞ ദോശയൊന്നും. പിന്നെ ബുൾസൈഡ് ഫുള്ള് ഉള്ളി പച്ചമുളക്, വേറെ ഒന്നുമില്ല. ഒട്ടയുടെ അംശം പോലും കാണാനില്ല. നിർത്ത് എടി, വെറുതെ എന്തിനാടി പിള്ളേരുടെ വായിന്ന് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടണേ? നിനക്ക് വേണ്ടി സ്കൂളിൽ വരെ പോതിരുന്ന എന്നെ വേണം തല്ല. സ്കൂളിലായിട്ട് എന്ത് നീ അതിന് മാത്രം ഇവിടെ എന്തോന്ന് പണിയെടുത്തത്? വലിയ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കി നമുക്ക് വല്ല ഗുണുണ്ടായിരുന്നേ? ചായ പോലും മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇനി ഞാൻ ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. ചെയ്തെങ്കിൽ വലിയ കാര്യം. പോടി, നീ ഉള്ളതും ഇല്ലാത്ത എല്ലാം ഒരേപോലെ തന്നെ. എവിടെയാണോ അമ്മയച്ചനും പോയി കിടക്കണത്? ഒന്ന് വന്നിട്ടേ മതി. അതെ, ഓവറായെന്ന് തോന്നണല്ലോ കുറച്ച്. ചേച്ചി 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 അയ്യേ, ചേച്ചി കരയുന്ന. എന്റെ ചേച്ചി കരയല്ലേ? ചേച്ചി ഇട്ട ചായയാണ് ചായ. എന്നാ സൂപ്പർ ചായ എന്നറിയോ? ഞാനത് ഏലക്ക ഇട്ടുണ്ടായിരുന്നു. ചേട്ടത് ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും അല്ല, ചേച്ചിയുടെ കൈപ്പുണ്യത്തിന്റെ. അയ്യോ, എന്നാ കൈപ്പുണ്യല്ല ചേച്ചിക്ക്? പിന്നെ ചേച്ചിയുടെ കൈപ്പുണ്യത്തിന് അത്ര എന്തെങ്കിലും വരും? ഇറ്റ്സ് അൺഎക്സ്പ്ലെയിനബിൾ അല്ലേ? എങ്ങനെ? അല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. അല്ലല്ല, കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. ചേച്ചിയുടെ ചായ എന്താ വിഷം കലക്കി തരാണോ? ഇതിൽ പഞ്ചസാര ഇല്ല, ചൂടില്ല. പാവം ചേച്ചി, നമുക്ക് വേണ്ടി രാവിലെ ഇത് ഇത്രയും സമയം വരെ എന്തോരം അത് ഒറ്റയ്ക്ക് ജോലി ചെയ്തേ. പാവം. ഞങ്ങള് തമാശക്കല്ല ഇങ്ങനെ കാണിക്കണേ. നിന്നോടല്ലാണ്ട് ഞങ്ങൾ ആരെയും ഇങ്ങനെയൊക്കെ കാണിക്കേ? നോക്കി പേടിപ്പിക്കണ നോക്ക്. അവള് ദേഷ്യപ്പെടുമ്പോ മുഖത്ത് തന്നെ ഭംഗിയല്ലേ? എന്റെ ദേഷ്യം കാണിരിക്കണേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഈ ദേഷ്യം കണ്ടിട്ട് തന്നെ വെക്കാരി. ആ എന്നാ വാ ദേഷ്യം കാണിക്ക്. നീ ബലം പിടിക്കുന്നു ദേഷ്യം വരണ്ട. നേരത്തെ നീ ഞാൻ തേങ്ങ ചെറിയോണ്ടിരുന്നപ്പോ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്തല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നറിഞ്ഞ ഞാൻ നോക്ക് ചിരിക്കാൻ നോക്ക്. എന്നാലും അത് വേണ്ടായിരുന്നു കേട്ടോ. പിള്ളേരും കണ്ട് കഷ്ടം തന്നെ പോരാ.